ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് പ്രസന്നകുമാരിയെ മരണം തട്ടിയെടുക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷൻ ഓഫീസിലെ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിരുന്നു പ്രസന്നകുമാരി. ഇന്നലെ രാവിലെ ഓഫീസിലേക്ക് പോകാനുള്ള യാത്രക്കിടെയാണ് അപ്രതീക്ഷിതമായെത്തിയ അപകടം പ്രസന്നകുമാരിയുടെ ജീവൻ കവർന്നത്. എപ്പോഴും പുഞ്ചിരിയോടെ കടന്നു വന്നിരുന്ന ആ ഓഫീസർ ഇനിയില്ലെന്ന നടുക്കത്തിലാണിപ്പോൾ മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷൻ ഓഫീസിലെ ജീവനക്കാർ. മെയ് 31-നായിരുന്നു പ്രസന്നകുമാരി സർവീസിൽ നിന്നും വിരമിക്കേണ്ടിയിരുന്നത്. 31-ന് വൈകിട്ട് നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും വിരമിക്കൽ വിരുന്നൊരുക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവർ പൂർത്തിയാക്കിയിരുന്നു. 150 പേരെ വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിധി എല്ലാം മാറ്റിമറിച്ചു. ഓഫീസ് വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ചോദിച്ചും പറഞ്ഞും പ്രസന്നതയോടെ ഇടപെട്ടിരുന്ന ഓഫീസർ കൂടിയായിരുന്നു അവരെന്ന് സഹപ്രവർത്തകരും പറയുന്നു. ഇന്നലെ രാവിലെ മണ്ണൂരിലെ വീട്ടിൽ നിന്ന് മണ്ണാർക്കാട്ടെത്തി ഓഫീസിലേക്ക് നടന്നു വരുന്നതിനിടെയാണ് അവർ അപകടത്തിൽപ്പെടുന്നത്. ബസിന്റെ ചക്രം തലയിലൂടെ കയറിയതിനാൽ മുഖം തിരിച്ചറിയാനാകാത്ത നിലയിലുമായിരുന്നു. കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ലഭിച്ച രേഖയിൽ നിന്നാണ് മരിച്ചത് താലൂക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ ഓഫീസറാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. വിരമിക്കൽ ദിവസം മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരെല്ലാം ചേർന്ന് വിപുലമായ യാത്രയയപ്പ് നൽകാനുള്ള ഒരുക്കത്തിലുമായിരുന്നു. ബുധനാഴ്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിലെ സഹപ്രവർത്തകർ ചേർന്ന് യാത്ര അയപ്പും നൽകിയിരുന്നു. വീടുപണിയുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച വൈകിയേ എത്തുകയുള്ളൂ എന്ന് സഹപ്രവർത്തകരെ പ്രസന്നകുമാരി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും സമയം അധികം കളയാതെ ഓഫീസിലെത്താനുള്ള തിരക്കിലായിരുന്നു പ്രസന്നകുമാരി. അതിനിടയിലാണ് അപകടം അവരുടെ ജീവൻ കവർന്നത്. ശാരീരിക പരിമിതി അവഗണിച്ച് കർമ്മരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന എംപ്ലോയ്മെന്റ് ഓഫീസർ പ്രസന്നകുമാരിയുടെ ദാരുണാന്ത്യം നാടിനെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. നോക്കിക്കഴിയാനാവാത്ത ഫയലുകൾ രാത്രി വീട്ടിൽ കൊണ്ടുവന്ന് പരിശോധിച്ചും ഞായറാഴ്ചകളിൽ ജോലിയെടുത്തും നാടിനെ സേവിച്ച ഉദ്യോഗസ്ഥയുടെ വേർപാട് നാട്ടുകാർക്കും താങ്ങുവാനാകുന്നില്ല. 1995-ൽ പാലക്കാട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ LD ടൈപ്പിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ച പ്രസന്നകുമാരി മലപ്പുറം, ഷൊർണൂർ, പത്തനംതിട്ട, ചാലക്കുടി ഓഫീസുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. 2019-ലാണ് മണ്ണാർക്കാട് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എംപ്ലോയ്മെന്റ് ഓഫീസറായി അവർ ജോലിക്കെത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പാമ്പാടി ഐവർമഠത്തിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക.